ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിദ്ധിയുടെ അമ്മ മാർക്കോയോട് നീലാംബരി കുഞ്ഞിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് പറയുന്നു. കുഞ്ഞിനെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നത് പോലെ തൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്നും എന്നാൽ സിദ്ധിയിലൂടെ ആ വ്യക്തിയുടെ മുഖം കാണാൻ കഴിയുന്നില്ലെന്നും അമ്മ വ്യക്തമാക്കുന്നു. ഇത് കേട്ട മാർക്കോയുടെ മറുപടി മാർക്കോ ചിരിച്ചുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കുന്നു. നീലാംബരിക്ക് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെന്നും അവൾക്കൊന്നും സംഭവിക്കില്ലെന്നും പറഞ്ഞ് അമ്മയുടെ പേടി മാറ്റുന്നു. ജാനമ്മയുടെ മകൻ വന്ന് കണ്ണനെയും മഹിയെയും കുഞ്ഞിനെ നോക്കാൻ പോയിരുന്നോ എന്ന് ചോദിക്കുന്നു. തങ്ങളുടെ വീട് ജപ്തിയുടെ വക്കിലാണെന്നും ജാനമ്മയുടെ മൂത്ത മകന് ഒരുപാട് കടങ്ങളുണ്ടെന്നും അവൻ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇതെല്ലാം അവരുടെ തന്നെ ധൂർത്തും അസൂയയും കൊണ്ടുണ്ടായതാണെന്ന് ജാനമ്മ തിരിച്ചടിക്കുന്നു. കുഞ്ഞിനെ കൊല്ലാനുള്ള ആവശ്യമാണ് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത്. മകൻ ദേഷ്യപ്പെട്ട് കടം തീർക്കാനും സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാനും താൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നും അതിനാൽ ആ കുഞ്ഞിനെ കൊന്നേക്കാൻ ജാനമ്മയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ തനിക്ക് കഴിയില്ലെന്ന് ജാനമ്മ തീർത്തു പറയുമ്പോൾ മകൻ ചോറും പാത്രങ്ങളും തല്ലിപ്പൊട്ടിക്കുന്നു. മരുമകൾ വന്ന് കുഞ്ഞിനെ കൊന്നാൽ കിട്ടുന്ന പണത്തിന്റെ വിഹിതം ജാനമ്മയ്ക്കും തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു. ഇത് കേട്ട ജാനമ്മ സമ്മതിക്കാതെ കരയുമ്പോൾ അമ്മയ്ക്കിത് സമ്മതമല്ലെങ്കിൽ 2 കുപ്പി വിഷം എനിക്കും ഇവൾക്കും തന്നേക്ക്, ഞങ്ങൾ ചത്തോളാം എന്ന് പറഞ്ഞ് മകൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാകുന്നു. അടുത്ത രംഗത്തിൽ കണ്ണൻ, രേഖ, മഹി എന്നിവരുടെ ഫോൺ കോളാണ് കാണിക്കുന്നത്. നീലാംബരിയുടെ അച്ഛനായ കണ്ണൻ രേഖയെ ഫോണിൽ വിളിക്കുന്നു. രേഖ എപ്പോഴും കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് എന്തിനാണെന്നും കുഞ്ഞ് മാറിയാൽ രേഖയ്ക്ക് സഹിക്കില്ലെന്നും കണ്ണൻ പറയുന്നു. ഈ ഓണത്തിന് മഹിയെയും കുഞ്ഞിനെയും തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാമെന്ന് കണ്ണൻ ഉറപ്പിച്ചു പറയുന്നു. കുഞ്ഞിന്റെ ചോറൂണ് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ പോരെ എന്ന് രേഖ ചോദിക്കുന്നുണ്ട്. എന്നാൽ താൻ കുഞ്ഞിന്റെ സ്വന്തം അച്ഛനാണെന്നും അവളെ ലാളിക്കാനും കൂടെ നടക്കാനും തനിക്കും ആഗ്രഹമുണ്ടെന്നും കണ്ണൻ വ്യക്തമാക്കുന്നു. കണ്ണൻ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം രേഖ മഹിക്ക് മുന്നിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അച്ഛന് കുഞ്ഞിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ടാകില്ലേ എന്ന് മഹി രേഖയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. കരുണ മഹി കാറിൽ വന്നിറങ്ങുന്നതായി സ്വപ്നം കാണുന്നത് ഉണ്ണി കണ്ടെത്തുന്നു. തൻ്റെ മനസ്സിൽ എപ്പോഴും മഹിയും കുഞ്ഞും മാത്രമാണെന്ന് കരുണ പറയുന്നു. തൻ്റെ അച്ഛൻ രാത്രി വിളിച്ച് നല്ലൊരു വാർത്ത പറയുമെന്ന് കരുണ പറയുമ്പോൾ ഉണ്ണിക്ക് തന്നെ സന്തോഷിപ്പിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് അവൾ കുറ്റപ്പെടുത്തുന്നു. കണ്ണന്റെ ചെലവിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ തൻ്റെ തൊലി ഉരിഞ്ഞു പോവുകയാണെന്നും സ്വന്തമായി ഒരു വരുമാനമോ വീടോ ഉണ്ണിക്കില്ലെന്നും കരുണ പരിഹസിക്കുന്നു. ഇതിനു മറുപടിയായി താൻ ദരിദ്രനാണെന്നും ബിസിനസ്സുകാരനായ തൻ്റെ അച്ഛൻ തനിക്കൊന്നും എഴുതിവെച്ചിട്ടില്ലെന്നും ഉണ്ണി പറയുന്നു. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കേണ്ടതെന്നും കുഞ്ഞ് ജനിച്ച ശേഷവും ഇങ്ങനെ കണക്ക് പറയുകയാണെങ്കിൽ അത് വലിയ നാണക്കേടാണെന്നും ഉണ്ണി ദേഷ്യത്തോടെ പറയുന്നു. പിറ്റേന്ന് രാവിലെ ജാനമ്മ കുഞ്ഞിന് മരുന്ന് നൽകാനായി വരുന്നു. രേഖ മടുപ്പോടെയാണ് വാതിൽ തുറക്കുന്നത്. എന്നാൽ ജാനമ്മ എത്തിയ ഉടൻ നീലാംബരി കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നു. ജാനമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് കണ്ട് മഹിക്ക് സന്തോഷമാകുന്നു. താൻ ഒരുപാട് കുട്ടികളെ വളർത്തിയതാണെന്നും കുഞ്ഞ് കരയുന്നത് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നും ജാനമ്മ പറയുന്നുണ്ട്. ഇതിനുശേഷം ജാനമ്മ രഹസ്യമായി മാർക്കോയുടെ സഹായം തേടുന്നു. തൻ്റെ മകൻ കുഞ്ഞിനെ കൊല്ലാൻ നിർബന്ധിക്കുന്ന കാര്യം അറിയിക്കുകയും അവന് അർഹമായ ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ജാനമ്മയുടെ മകന്റെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം എടുക്കാമെന്ന് മാർക്കോ ഉറപ്പു നൽകുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.